മദ്യപാനം ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് അറിയാമല്ലോ. ചെറിയ അളവിൽ കുടിക്കുന്നത് പോലും ക്യാൻസർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ആഘോഷങ്ങൾക്ക് പലർക്കും മദ്യം ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. അമിത മദ്യപാനത്തിന്റെ പാർശ്വഫലമാണ് ഹാങ് ഓവർ. ഒരുപാട് മദ്യപിച്ചതിന് ശേഷം ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന അസുഖകരമായ അവസ്ഥയാണ് ഇത് മദ്യപിക്കുന്നവർക്കും ഒരു പരിധിവരെ മദ്യപിച്ചവരുടെ അടുത്തുള്ളവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. തലേദിവസം രാത്രിയിലെ അമിത മദ്യപാനത്തിന്റെ ഹാങ് ഓവർ അടുത്ത ദിവസം രാവിലെയാണ് പലർക്കും പ്രകടമാകാറുള്ളത്. അത് ഏത് സമയത്തും വരാം. മദ്യപിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴാണ് സാധാരണ ഹാങ് ഓവർ തുടങ്ങുന്നത്. വ്യക്തിയനുസരിച്ചും കഴിച്ച മദ്യത്തിന്റെ അളവനുസരിച്ചും ഹാങ് ഓവറിന്റെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകും. ഒരു മണിക്കൂറിൽ ഒരു ഡ്രിങ്കിൽ കൂടുതലായാൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഒരു ഡ്രിങ്ക് ശരീരത്തിൽ പരിണാമ വിധേയമാകുന്നത് ഒരു മണിക്കൂറെങ്കിലും സമയമെടുക്കും. വിഷാദം, ഉത്കണ്ഠ, കോപം, ഉറക്കമില്ലായ്മ, മന്ദത, ക്ഷീണം, തലവേദന, കണ്ണുകൾ ചുവക്കുക, പ്രകാശവും ശബ്ദവും അസഹ്യമായി തോന്നുക, ഹൃദയസ്പന്ദന നിരക്കും ബിപിയും കൂടുക, പേശികളിൽ വേദനയും തളർച്ചയും, മനം പിരട്ടൽ, ഛർദി, വയറുവേദന, വിയർപ്പ്, ദാഹം, വിറയൽ, അമിതമായി ഉമിനീര് വരിക ഇവയെല്ലാം ഹാങ് ഓവറിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഓർമ്മശക്തി, ശ്രദ്ധ, ഏകോപനം എന്നിവയും ഹാങ് ഓവർ ബാധിക്കാം. പൊതുവെ ഇതിൻ്റെ കാഠിന്യം എത്ര കൂടുതൽ മദ്യപിച്ചു, എത്ര നേരം മദ്യപിച്ചു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. വ്യക്തിയുടെ ആരോഗ്യവും മറ്റ് ഘടകങ്ങളും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ചിലർക്ക് ഒരു ഡ്രിങ്ക് മാത്രം മതി ഹാങ് ഓവർ ഉണ്ടാകാൻ. മറ്റു ചിലർ എത്ര കുടിച്ചാലും ഹാങ് ഓവറിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചു കൊള്ളണമെന്നില്ല. മദ്യമാണല്ലോ ഹാങ് ഓവറിന് കാരണം. മദ്യം ശരീരത്തെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. മദ്യം കാരണം നിർജ്ജലീകരണം, ഇലക്ട്രോലൈറ്റുകളുടെ അസന്തുലിതാവസ്ഥ, ഉദര പ്രശ്നങ്ങൾ, നീർക്കെട്ട്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുക, ഉറക്കത്തടസ്സം എന്നിവയൊക്കെ വരാം. രക്തത്തിലെ ആൽക്കഹോളിൻ്റെ അളവ് 0 എത്തുമ്പോഴാണ് ഹാങ് ഓവറിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ കഠിനമാകുന്നത്. ഒരു ദിവസം മുഴുവനോ അതിലും ഏറെ നേരത്തേക്കോ ഹാങ് ഓവറിൻ്റെ ലക്ഷണങ്ങൾ നിലനിന്നേക്കാം. ചികിത്സാ ലക്ഷണങ്ങളിലൂടെയും മദ്യപാനത്തിൻ്റെ തോത് മനസ്സിലാക്കിയും ഒരു വ്യക്തിക്ക് സ്വയം ഹാങ് ഓവറിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ഹാങ് ഓവറിൻ്റെ ചികിത്സയായി പല മാർഗങ്ങളും ഉണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അവയിൽ മിക്കവയും ശാസ്ത്രീയമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ചിലത് അപകടകരവുമാണ്. ഉദാഹരണത്തിന് വീണ്ടും വീണ്ടും മദ്യപിക്കുന്നതിലൂടെ ഹാങ് ഓവർ ചികിത്സിക്കാൻ സാധിക്കില്ല. കൂടുതൽ മദ്യം കഴിക്കുന്നത് നിലവിൽ ശരീരത്തിലുള്ള മദ്യത്തിൻ്റെ വിഷവീര്യത്തെ വർദ്ധിപ്പിക്കും. ഹാങ് ഓവറിൻ്റെ ലക്ഷണങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനായി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ എരിവും പുളിയും അധികമില്ലാത്ത ഭക്ഷണം കഴിക്കാം. ഇത് രക്തത്തിലെ താഴ്ന്ന പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുകയും ഓക്കാനം കുറയ്ക്കുകയും ചെയ്യും. ശുദ്ധജലം, പഴച്ചാറ്, മദ്യത്തിൻ്റെ അംശമില്ലാത്ത മറ്റു പാനീയങ്ങൾ എന്നിവ കുടിക്കുന്നത് നിർലീകരണം കുറയ്ക്കും. ഉറങ്ങുന്നതും ക്ഷീണം കുറയ്ക്കുന്നതാണ്. വയറിന് പ്രശ്നമുണ്ടെങ്കിൽ ആൻറ്റാസിഡ് കഴിക്കുന്നത് നല്ലതാണ്. തലവേദന, പേശിവേദന എന്നിവ പരിഹരിക്കാൻ ആസ്പിറിൻ, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലോമററി മരുന്നുകൾ കഴിക്കുന്നത് സഹായിച്ചേക്കും. എന്നാൽ ഇവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതാണ്. കാരണം ഇവയുടെ അമിത ഉപയോഗം ദഹനേന്ദ്രിയത്തെ ബാധിക്കുന്നതായിരിക്കും.